You are watching. Welcome to my channel ധന്യ അൺസ്ക്രിപ്റ്റഡ്. ഹായ് എല്ലാവർക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടും കഥയേക്കാൾ കൂടുതൽ മനസ്സിൽ നിന്നത് അതിലെ കഥാപാത്രങ്ങളാണ്. ആദ്യം റാം ഒരു പെർഫെക്റ്റ് ഹീറോ അല്ല. സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, തെറ്റുകൾ ചെയ്യുന്ന, അതിൽ നിന്ന് പഠിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ റാമിനോട് നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം, ഒരു കണക്ഷൻ തോന്നും. ആനന്ദി ഈ കഥയുടെ ഹൃദയം തന്നെയാണ്. ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന, സ്വന്തം നിലപാടുള്ള ഒരു പെൺകുട്ടി. ചില സമയങ്ങളിൽ അവളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടും, ചിലപ്പോൾ അവളോട് വലിയ ബഹുമാനം തോന്നും. റാമും ആനന്ദിയും തമ്മിലുള്ള കെമിസ്ട്രിയാണ് ഈ കഥയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിലൊന്നും. മല്ലി എൻ്റെ ഫേവറേറ്റ് കഥാപാത്രങ്ങളിൽ ഒരാൾ. മല്ലി വരുന്ന ഓരോ സീനും മനസ്സ് നിറയ്ക്കും. അവളുടെ നിഷ്കളങ്കതയും സ്നേഹവും കരുതലും വായനക്കാരനെ അവളെ കൂടുതൽ അടുപ്പിക്കും. പുസ്തകം തീർന്നിട്ടും ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നത് മല്ലിയാകും. രേഷ്മ വളരെ ശക്തമായൊരു കഥാപാത്രം. ജീവിതത്തിൽ കാണുന്ന അവളുടെ രീതിയും അവൾ എടുക്കുന്ന തീരുമാനങ്ങളും കഥയ്ക്ക് മറ്റൊരു ആഴം നൽകുന്നു. പിന്നെ വെട്രി ആൻഡ് പാട്ടി, ഇവരാണ് കഥയുടെ എനർജി. ഇവരുടെ സൗഹൃദം, തമാശകൾ, തമ്മിലുള്ള കളിയാക്കലുകൾ, ഇതൊക്കെ കഥയെ കൂടുതൽ ജീവനുള്ളതാക്കുന്നു. പലപ്പോഴും ഇവരുടെ സീനുകൾ വായിക്കുമ്പോൾ നമ്മളുടെ സ്വന്തം ഫ്രണ്ട് സർക്കിൾ ഓർമ്മ വരും. ഈ പുസ്തകം ഏറ്റവും വലിയൊരു ശക്തി എന്താണെന്ന് ചോദിച്ചാൽ ഓരോ കഥാപാത്രവും ജീവിച്ചിരിക്കുന്ന ആളുകളെ പോലെ തോന്നും എന്നതാണ്. അവർക്കെല്ലാം സ്വന്തമായ കഥയും വികാരങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം അവസാനിച്ചിട്ടും റാം, ആനന്ദി, മല്ലി, രേഷ്മ, വെട്രി, പാട്ടി ഇവരാരും മനസ്സിൽ നിന്ന് പെട്ടെന്ന് മായാത്തത്. അതുകൊണ്ട് കഥാപാത്രങ്ങളോട് ഇമോഷണലായി കണക്ട് ചെയ്യുന്ന കഥകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ റാം കെയർ ഓഫ് ആനന്ദി തീർച്ചയായും വായിക്കേണ്ട ഒരു നോവലാണ്. എൻ്റെ റേറ്റിംഗ് 4.8 ആണ് ഔട്ട് ഓഫ് 5. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്പർശിച്ച കഥാപാത്രം ആരാണെന്ന് കമൻറ്റിൽ പറയൂ. എനിക്ക് റാമും മല്ലിയും ആനന്ദിയും 3 പേരും ഒരുപോലെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി. ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ആ സിമന്റ് ബെഞ്ചിൽ റാം നേരത്തെ എഴുതി വെച്ച അവന്റെ പേരിനോടൊപ്പം മല്ലി അവളുടെ പേര് കൂടി എഴുതി വെച്ചു. റാം, നിന്റെ പേരിനോടൊപ്പം ഈ സിമന്റ് ബെഞ്ചിലെങ്കിലും ഞാനൊന്ന് സ്ഥാനം പിടിച്ചോട്ടെ. അപ്പോഴാണ് സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം പറയാതെ വെച്ചിരുന്ന അവളുടെ കണ്ണുകളിലെ പ്രണയം റാം തിരിച്ചറിഞ്ഞത്. ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിലെ